70,000 രൂപ കറണ്ട് ബില്ല് വന്നിരുന്ന ഒരു സ്ഥാപനം എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ ചെലവിലേക്ക് കുറച്ചത് എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക്, ഓഫീസിലേക്ക്, കമ്പനികളിലേക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടുന്ന എനർജി പണ്ട് നമ്മൾ എടുത്തിരുന്ന പവറിനൊക്കെ KSEBക്ക് വലിയ ബില്ലുകൾ അടയ്ക്കണമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ സ്ഥാപനം ചെറിയൊരു ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പേയ്മെന്റിനാണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്? എൻ്റെ പേര് ലിബിൻ എന്നാണ്. R&D സെക്ഷനും പ്ലസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ്. താങ്കളുടെ പേര്? മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മൾ പട്ടാമ്പിയിലാണ്. ഞങ്ങൾ വരുന്നത് പട്ടാമ്പി സ്ഥാപനത്തിൽ നിന്നാണ്. ഓൾ കേരള നമ്മൾ സർവീസ് അവൈലബിൾ ആണ്. എറണാകുളം, അതേപോലെ മലപ്പുറം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ നമുക്ക് സ്ഥാപനം റണ്ണിങ് ആണ്. ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോ കൊമേഴ്ഷ്യൽ പ്രൊജക്ട് ആണ്? ഇത് കൊമേഴ്ഷ്യൽ പ്രൊജക്ട് ആണ്. ഇവിടെ 40 കിലോവാട്ടിന്റെ സോളാർ പ്രൊജക്ട് ആണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ സോളാർ വെച്ചിരിക്കുന്ന സോളാർ പാനലുകൾ പല ടൈപ്പിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് വെച്ചിരിക്കുന്ന മോണോപറക്ക ഹാഫ് കട്ട് ടോപ്പ് കോൺ അനത്തിപ്പെട്ട പാനലാണിത്. ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാനൽ തന്നെയാണ്. ഇതിന്റെ ഈ ബസ് ബാർ ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഇതുള്ള ബസ് ബാറുകൾ, ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. 16 ഉണ്ടാവും. സാധാരണ എത്ര ഉണ്ടാവുക? 10 ആണ് വരിക. അപ്പോൾ ഒരു സോളാർ വാങ്ങിക്കുന്നതിന് മുമ്പ്, നമ്മുടെ വീട്ടിൽ സോളാർ വെക്കുന്നതിന് മുമ്പ് ഇത് അറിഞ്ഞു വെക്കണം. പിന്നെ രണ്ട് സൈഡിൽ നിന്നും ഇത് ബൈഫേഷ്യലാണ്. ബൈഫേഷ്യൽ അതായത് സിമ്പിൾ ആണ്. ഇവിടെ ഒരു ഫേസ്, ഇവിടെ ഒരു ഫേസ്, ബൈഫേഷ്യൽ. രണ്ട് സൈഡിൽ കൂടി ഹീറ്റ് നമുക്ക് ഇതിന് അബ്സോർബ് ചെയ്ത് കറണ്ട് ആക്കി മാറ്റാൻ കഴിയും, പവർ ആക്കി മാറ്റാൻ കഴിയും. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. 2-3 സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതെന്താ? അത് ലൈറ്റിംഗ് അറസ്റ്റ് അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയത് കൊണ്ട് 3 സ്ഥാപിച്ചിട്ടുണ്ട്. അതുണ്ട് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇപ്പൊ ഇവിടെ സ്ഥാപിച്ചത്. ട്രയാങ്കിൾ ഷേപ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓൾ കേരള സർവീസ് ലഭ്യമാണ്. പേയ്മെന്റ് പ്രത്യേകത 1. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ KSEBയിൽ ഹൈ റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് പേയ്മെന്റ്. 20ാമത്തെ സ്ഥാനമാണ് കേരളത്തിലെ ആയിരക്കണക്കിന് സോളാർ ഫിറ്റ് ചെയ്യുന്ന ആളുകളുടെ 20ാമത്തെ സ്ഥാനത്താണ്. ടോപ്പ് 20ലാണ് നമ്മളെ ഇൻസ്റ്റാളേഷൻ എടുത്തതിൽ നിൽക്കുന്നത് അല്ലേ? നിങ്ങളിപ്പോ എത്ര ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടാവും അറിയാൻ വേണ്ടിട്ട്? 2000-ത്തിലധികം സ്ഥലങ്ങളിൽ. അതൊക്കെ നമ്മളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ ഇതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇവരുടെ എക്സ്പെർട്ടൈസും പല സ്ഥലങ്ങളിൽ നിന്നും പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഒക്കെ കവർ ചെയ്തിട്ടാണ് ഇവർ 2000-ത്തിലേക്ക് എത്തിച്ചേർന്നത് അല്ലേ? ഇതിവിടെ നിറച്ച് ഇങ്ങനെ വെക്കുമ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്തായിരുന്നു വെച്ചാൽ, നിങ്ങളിവിടെ പൈപ്പ് അടിച്ചിട്ട് ഇതിന്റെ അടിയിൽ ചോർച്ച വരും എന്നുള്ളൊരു പേടിയായിരുന്നു ചെയ്തത്. അതിന് ഇവർ ചെയ്തിരിക്കുന്ന മെത്തേഡ്, ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ വിലങ്ങനെ കൊടുത്തിട്ട്, അതായത് ഉള്ളിലേക്ക് ഹോൾ അടിച്ചിട്ടില്ല. ഈ ഷീറ്റിന്റെ മുകളിൽ, ട്രഫോർഡ് ഷീറ്റിന്റെ മുകളിൽ ഇവരിങ്ങനെ ഈ ഒരു പൈപ്പ് ഓടിച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലായിടത്തും വാക്കിംഗ് ചെയ്യാനുള്ള ഒരു സ്കൈ വാക്കിങ്ങിനുള്ള സ്പേസ് കൂടി ഉണ്ടായിട്ടുണ്ട് അല്ലേ? ബെഡിലിട്ടേക്കുന്നത് മൊത്തം G ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു കറണ്ടൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. കണ്ടില്ല? ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇതുവരെയായിട്ട് 12.5 കിലോവാട്ട് കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം? 14.6 കിലോവാട്ട് ഇവിടെ കിട്ടി ഇതുവരെ. ഇത് വരുന്നത് 12.5 ഇപ്പൊ പ്രൊഡക്ഷൻ ആണ്. ഈ ഒരു ചെറിയൊരു ക്ലൈമറ്റ് ഇച്ചിരി ഡിമായിട്ട് നിൽക്കുന്നതല്ലേ? 12,550 വാട്ട്സ് ആണ് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മാസം ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അതായത് 209 യൂണിറ്റ് നമുക്ക് ഒന്നാം തീയതി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണല്ലോ നമ്മൾ ചാലു 19-ാം തീയതി തൊട്ടാണ് നമുക്ക് റണ്ണിങ് ആയത്. അതിൽ അന്ന് ഫസ്റ്റ് ഡേ നമുക്ക് 214 കിട്ടി. ഇതിൽ ടോപ്പ് കിട്ടിയിരിക്കുന്ന ഇതാണ് 241 യൂണിറ്റാണ് ഏറ്റവും ടോപ്പ് കിട്ടിയത്. അപ്പോൾ ഒരു 200 ആവറേജ് പിടിച്ചാൽ തന്നെ നമുക്ക് 30 × 20 6000 യൂണിറ്റ് കിട്ടി. അതെ. ഇപ്പൊ 241 പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 60 കിലോവാട്ട് പ്ലാന്റിന്റെ പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് 40 കിലോവാട്ട് വെച്ച് ഞങ്ങൾക്ക് 60 കിലോവാട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഏത് പാനൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ലൂം സോളാറിന്റെ ടോപ്പ് കോൺ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ. ടോപ്പ് കോൺ എന്ന് പറഞ്ഞ മെത്തേഡാണ് ബൈഫേഷ്യൽ. 590 വാട്ട്സ്. 590 വാട്ട്സ് ആണ് ഇതിന്. ഇവിടെ എത്ര പാനൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്? 68 പാനലാണ് നമ്മളിവിടെ മൊത്തം വെച്ചത്. പണി കുറച്ചുണ്ടായിരുന്നു അത്യാവശ്യം. ഞാൻ പല സൈറ്റുകളിൽ പോയി കണ്ടൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പാനല് മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പാനൽ മാത്രം നോക്കും. പാനൽ ഏതാ പാനല് അത് മാത്രമേ ഉള്ളൂ. അതിൽ വരുന്ന ഇൻവെർട്ടർ ഏതാന്ന് നോക്കാറില്ല, അതിൽ വരുന്ന സ്ട്രക്ചർ ഏതാന്ന് വരെ നോക്കാറില്ല, ഇനി എർത്തിങ്ങുകൾ നോക്കാറില്ല. ഇടിമിന്നൽ രക്ഷാചാലകം ഇല്ലാണ്ട് ചെയ്യുന്ന സൈറ്റുകൾ വരെ ഉണ്ട്. പലയിടത്തും പോയി കണ്ടൊരു കാര്യം കേട്ടോ. അപ്പൊ ലൈറ്റ്നിങ് അറസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യണം. അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്. അപ്പൊ നമ്പർ 1 ലൈറ്റ്നിങ് അറസ്റ്റ് ഉണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തണം. ഇതിന്റെ മുകളിൽ അടിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ ഉറപ്പുള്ളതാണോ, എല്ലായിടത്തേക്കും ആളുകൾക്ക് പോകാൻ പറ്റുന്നതാണോ, ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണോ നോക്കണം. തീർച്ചയായിട്ടും. മൂന്നാമത് 16 ബാറാണ് ഇപ്പൊ വരുന്നത്. ഭാവിയിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ 24 ബാർ വരെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെക്കുന്ന ഇൻവെർട്ടർ. നാലാമത്തെ കാര്യം ഇൻവെർട്ടർ നിർബന്ധമാണ്. എന്താ പറയാ? ഗ്രിഡ് ടയർ ഇൻവെർട്ടർ എന്നാണ് പറയുക. ഇൻവെർട്ടർ അതിന്റെ പ്രത്യേകത അത് നമ്മളെ DC കറണ്ടിനെ AC ആക്കി ഡയറക്റ്റ്
AC ആക്കി മാറ്റാനുള്ള പവറുള്ള ആ ഒരു ഒറ്റ ടൈമിൽ ചെയ്യുന്നതാണ്. ഇതിന് എത്ര വർഷമാണ് നമുക്ക് ഗ്യാരണ്ടി കിട്ടുക നിങ്ങളുടെ പാനലിൽ? നമുക്ക് 30 വർഷം വാറണ്ടി. 30 വർഷം വാറണ്ടി. സ്പ്ലിറ്റപ്പ് ആണ്. ആദ്യത്തെ 12 വർഷം റീപ്ലേസ്മെന്റും. അപ്പോഴേക്കും ഇതിന്റെ പൈസയൊക്കെ മുതലായി ഉണ്ടാവും. ഇവിടെ 3 വർഷം കൊണ്ട് മുതലാവും. അടുത്ത കാര്യം, രണ്ടാമത്തത് അതിന്റെ ബാക്കി വരുന്നത് ആഡ് ഓൺ വാറണ്ടിയാണ്. അതായത് ചില പെർഫോമൻസ് എത്ര കുറയുന്നു അതിനുള്ള പാനൽ ആഡ് ചെയ്യാൻ ചെയ്യാം. അപ്പൊ എന്നാലും നഷ്ടമൊന്നുമില്ല. തീർച്ചയായിട്ടും. ഇനി ഇതിന്റെ ഇൻവെർട്ടറിന് വാറണ്ടി എങ്ങനെ വരും? 10 വർഷമാണ് വരുന്നത്. 10 വർഷം ഇൻവെർട്ടറിന് 8 വർഷമുള്ളതുണ്ട്, 5 വർഷമുള്ളതുണ്ട്. നിങ്ങളുടെ എന്ത് കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളാണെങ്കിലും പ്രൊഡക്ഷൻ ഹൗസ് ആയാലും വീടായാലും 3-3.5 വർഷം കൊണ്ട് ഇത് മൊത്തത്തില് ഫ്രീ ആയി കിട്ടും. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കൊമേഴ്സിലാണ് ഇതിന്റെ ROI കൂടുതൽ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ കൊമേഴ്സിലാണ്. കാരണം 7A നമുക്ക് 10 രൂപ മിച്ചം വരുന്നുണ്ട്, റേറ്റ് വരുന്നത്. നല്ല ലാഭമാണ്. 12 രൂപ വരും. ഇനി മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ മറ്റേ ഇലക്ട്രിക് കാറുകളും ഇലക്ട്രിക് ബൈക്കുകളും ഒക്കെ ഉണ്ട് കമ്പനിയിൽ. അതൊക്കെ ഇതിനകത്ത് ചാർജ് ചെയ്യാം. തീർച്ചയായിട്ടും. ഇതിപ്പോ ചെയ്തിരിക്കുന്നത് ഇവിടെ ഓൺ ഗ്രിഡ് ആണ്. ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയതിനാൽ ഇവരുടെ പകലാണ് ഇവരുടെ ഉപയോഗം കൂടുതലായിട്ട്. അതുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. ഇത് കറണ്ട് സപ്ലൈ, ലൈനിൽ സപ്ലൈ ഉള്ള സമയത്ത് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഡയറക്ട്ലി നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗശേഷം ലൈനിലേക്ക് എക്സ്പോർട്ട് ആവുള്ളൂ. ഇവിടെ അധികം ഒന്നും കൊടുക്കാനുണ്ടാവില്ല. ഫുൾ റണ്ണിങ് ആണ്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ അടിയിൽ സൂപ്പർ മാർക്കറ്റ് ഫർണിച്ചറൊക്കെ ആയിട്ട് ഉപയോഗിച്ച് തീർക്കും. KCBക്ക് ഞങ്ങൾ തൽക്കാലം അധികം ഒന്നും കൊടുക്കുന്നില്ല. ഇനി ലോണിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ബാങ്കുകളും സോളാർ വെക്കുന്നതിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫണ്ട് ഇപ്പോൾ തൽക്കാലം ബാക്കപ്പ് ഇല്ലെങ്കിൽ ബാങ്കിനെ സമീപിച്ചാൽ ബാങ്ക് വളരെ ഈസി ആയിട്ട്, ഇനി അതല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളും ഇതുപോലെ സോളാർ വെക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ. എന്നാണ് ഞാൻ അറിഞ്ഞത്. നിസാം ഭായി പറയുന്നത് എന്താ വെച്ചാൽ ഇവര് ലോൺ കൊടുക്കുന്നില്ല, പ്രൈവറ്റ് ആയിട്ട് ഇവർ ലോൺ കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവര് മതപരമായി കുറച്ച് ദീനബോധമുള്ള ആളുകളാണ്. അവിടെ പലിശ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതുകൊണ്ട് ലോണ് ബാങ്കുമായിട്ട് നമ്മൾ സമീപിക്കാം. നിങ്ങൾ വിശ്വാസപ്രകാരം ഒരിക്കലും നിങ്ങൾ ലോൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെ? പകരം ഞങ്ങൾ വേറൊരു കാര്യം 6 മാസം 4 മാസം ഈ പറഞ്ഞ അതേ എമൗണ്ട് തന്നെ നമ്മൾ ചെറിയൊരു എന്താ പറയുക, നമ്മളൊരു 6 ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുക. ഇപ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ 6 ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ആ തുക തരാം, ബാക്കി ഒരു ചെക്ക് ലീഫ്, ബാക്കി 5 ചെക്ക് ലീഫ് തന്നിട്ട് നമുക്ക് 6 മാസം കൊണ്ട് പേയ്മെന്റ് ചെയ്യാം. പലിശ ഒരു രൂപ പോലും അതിൻ്റെ അകത്ത് പലിശ ഇല്ല. അതായത് 1 രൂപ പോലും പലിശ വാങ്ങിക്കാതെ 6 മാസ തവണകളായി EMI ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. 6 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സോളാർ എന്നുണ്ടെങ്കിൽ ഓരോ ലക്ഷം രൂപ വെച്ച് ഓരോ മാസം കൊടുക്കാൻ പറ്റും. അത് ഇവർക്ക് ഉറപ്പാണ്. കാരണം ഈ കൊടുക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതാണ്, സർവീസ് ഓക്കെയാണ്. അതോടൊപ്പം ഇതുകൊണ്ട് നിങ്ങളുടെ കറണ്ട് ബില്ല് കൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. തീർച്ചയാണ്. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഇനി ആ ഒരു സിസ്റ്റം ഒന്ന് താഴെ കാണാം. ഇൻവെർട്ടർ സിസ്റ്റം കൂടി കാണാം. ഇൻവെർട്ടർ സിസ്റ്റം ഉണ്ട്, മീറ്ററിംഗ് ഉണ്ട്. പിന്നെ നമ്മളോട് സോളാർ വെച്ചിട്ട് കുറെ പാനലുകളോടെ കാണുന്നുണ്ട്, കുറെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് ഒരു വീട്ടിൽ വെച്ചിട്ട് തന്നെ അറിയണമെന്നല്ലോ. ഇത് കണ്ടിട്ട് മനസ്സിലാക്കാം എന്തൊക്കെയാണ് വെച്ചേക്കുന്നത് ഇവിടെ. ഫസ്റ്റ് ഞാൻ മുകളിൽ പറഞ്ഞ ഇൻവെർട്ടർ, ഗ്രിഡ് സോളാർ. അതെ, ഇതാണ് DC പാനലിൽ നിന്ന് വരുന്നത്. വോൾട്ടേജിന് നേരെ AC ആക്കി കൺവേർട്ട് ചെയ്ത് ലൈനിലേക്ക് പോകും. നമ്മൾ ഈ സോളാർ എനർജി എന്ന് പറയുന്നത് DC ആയിട്ടാണ് കിട്ടുക. DC ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പാനലിന്റെ മുകളിൽ ധൈര്യമായിട്ട് തൊട്ടോ ഷോക്ക് അടിക്കില്ല പറയാൻ കാരണം. അത് ഹയർ ഡേഞ്ചർ ആണ്. കാരണം AC-നേക്കാൾ അപകടം കൂടുതലാണ് DC. അപകടമാണ്. പക്ഷെ മുകളിൽ തൊട്ടപ്പോ പ്രശ്നമില്ല. അത് ഇൻസുലേറ്റഡ് ആണ്. അതില് ഷോക്കോ കാര്യങ്ങളോ വരാൻ പാടില്ല. അത് ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം. ഞാൻ ലിബിലോട്ട് തൊട്ടു, ഞാൻ തൊടാൻ പോണില്ല. ഒന്നുമില്ല. ഇതിന്റെ പ്രോസസ്സ് DC വരുന്ന AC ആക്കി കളിച്ചാണ് DC ഇൻപുട്ടുകൾ. നമ്മൾ 68 പാനലുകളെ 4 ആയിട്ട് വിഭജിച്ചിട്ട് ഇൻപുട്ട് കൊടുത്തേക്കാം. ഇവിടെ എന്താ ഇത്? ഇതിന്റെ വൈഫൈ ലോഗറാണ്. നമ്മളെ ഫോണിൽ സാറ് നേരത്തെ കണ്ടില്ലേ, അതിനുള്ള വൈഫൈ കളക്ടറാണിത്. ഇത് ഇങ്ങനെ ഇന്റർനെറ്റിലേക്ക് ഇതുമായിട്ട് നമ്മളെ മെയിലായിട്ട് കണക്ട് ചെയ്ത് ഇതിന്റെ AC ഔട്ട്പുട്ടാണ്. DC കയറി AC ആയിട്ട് കൺവേർട്ടായി ഇതുവഴി നേരെ ഇതിന്റെ ബ്രേക്കർ സിസ്റ്റം ആണ്. ഇതിന്റെ അകത്ത് SPD എന്ന് പറഞ്ഞ ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. അതായത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, പിന്നെ MCB പ്രൊട്ടക്ഷൻ, MCB അതിന്റെ കണക്ടറുകൾ അത്രയാണ് അതിന്റെ അകത്ത് വരുന്നത്. ഇത് ഇതിന്റെ DC ബ്രേക്കേഴ്സ്. അതായത് നമ്മൾ മോളിൽ നിന്ന് വരുന്ന 4 സ്ട്രിങ് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഈ ഇറക്കിയിരിക്കുന്ന നേരെ വന്ന് ഇതിലേക്കല്ല, ഇതിലേക്കാണ് കയറുക. ആദ്യം ഇതിലാണ് കയറുക. ഇതിൽ ഫ്യൂസ് ഓരോ സെക്റ്റിനും ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പ്ലസും മൈനസും ഫ്യൂസ് ഉണ്ട്. അതിന്റെ MCB ഉണ്ട്. ഇതിനും SPDs ഉണ്ട്. ഇത് നേരെ എർത്ത് ചെയ്തിട്ടുണ്ട്. DC സൈഡിൽ നിന്ന് ഒരു ഹൈ കറണ്ടോ അല്ലെങ്കിൽ SPD അതിന് കൊടുത്തിട്ടുണ്ട്. സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഇത് നേരെ നമ്മള് KCBക്ക് പോവോ, ഇവിടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷമാണ് KCBക്ക് കയറി പോകുള്ളൂ. അപ്പൊ നമ്മളിത് എത്ര മാസം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്? വലിയ വർക്കായിരുന്നു. ഇത് 4ാമത്തെ നിലയുടെ മുകളില് ചെയ്തൊരു വർക്കായിരുന്നു. മാത്രമല്ല 40 കിലോവാട്ട് ഉണ്ടായിരുന്നു. KCBന്ന് പെർമിഷൻ കിട്ടണം, ഇതൊക്കെ ഫിറ്റ് ആക്കണം, നിങ്ങളുടെ വർക്ക് ഒക്കെ ചെയ്യണം, കുറെ പണിയുണ്ട്. ശരിയാണ്. ഇതൊക്കെ എത്ര മാസം കൊണ്ട് ചെയ്തു? ഞങ്ങള് സാറിനോട് കൺഫേം ചെയ്ത ഡേറ്റ് 1 മാസമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു 15 ദിവസം കൂടെ കൂടുതൽ എടുത്തു. സത്യസന്ധതയ്ക്ക് വേണമെങ്കിൽ ഈ വീഡിയോയിൽ പറയായിരുന്നു 1 മാസം കൊണ്ട് തീർന്നു. എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. പക്ഷെ 30 ദിവസം കൊണ്ട്
ചെയ്തു തരാമെന്ന് പറഞ്ഞു. 45 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചു എന്നിട്ട് പറഞ്ഞു. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ, ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. പ്രൊഫഷണൽസ് ആണ്. കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു വണ്ടിയിൽ കൊണ്ടുവരും, ഫുഡ് അടക്കം, എന്നിട്ട് എല്ലാം കൂടി കൊടുത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനമാണ് ഇത്. ഐഫയുടെ പേയ്മെന്റ് ഒക്കെ പക്കയായിരുന്നു. കിട്ടിയതിന്റെ പിറ്റേ ദിവസം ഫുൾ പേയ്മെന്റ് ഞങ്ങൾക്ക് തന്നു. ഇപ്പൊ കണക്ഷൻ കിട്ടിയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ടുഡേസ് പ്രോമിസ് ആണ്, പറഞ്ഞതുപോലെ നമ്മൾ പ്രവർത്തിക്കും. എന്തായാലും വളരെ സന്തോഷം. അടുത്തൊരു സൈറ്റിലേക്ക് ഞങ്ങളുടെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് പേയ്മെന്റ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അന്ന് നിങ്ങൾ ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ പറയൂ, എന്നിട്ട് വേണം ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ ഞാൻ അവിടെ ഇവിടെയും പോയി പെടരുത്. പേയ്മെന്റ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് പറയുന്നു. എല്ലാ വർക്ക് കഴിഞ്ഞിട്ട് ഇവർ വന്ന് നിൽപ്പുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടാന്ന് പറയുന്ന ഒരു സന്തോഷം. ഞങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹെഡാണ്, ദൂരെ സപ്പോർട്ടാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയൂ? ഷർഫുദ്ദീൻ സാറും നാസർ സാറും, രണ്ടുപേര്. ഷർഫുഖാൻ, നാസർ ഖാൻ, രണ്ടുപേരും വളരെ നമുക്ക് എന്താ പറയാ, നമ്മളെ ഐഡിയാസ് അവർ ഇംപ്ലിമെന്റ് ചെയ്തോളൂ എന്നാ പറയുള്ളൂ. ഇത് എനിക്ക് പരിചയപ്പെടുത്തിയത് ബോയിൻ ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്ന ബഷീർ ഭായ് ആണ്. ബഷീർ ഭായ് കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തെ കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അദ്ദേഹം തന്ന നല്ലൊരു ലീഡാണ്. അത് ഞാൻ പറഞ്ഞു, സോളാറിന് കുറെ ആളുകളൊക്കെ വരുന്നുണ്ട്, ഫൈസൽ ഇതൊന്ന് നോക്കൂ, ഇവര് കുഴപ്പമില്ല, എനിക്ക് ട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത്രയും 100 കണക്കിന് ആൾക്കാരുടെ കൊട്ടേഷൻ വന്നിട്ടും പേയ്മെന്റ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തെ സെലക്ട് ചെയ്തതിന് IF ഗ്രൂപ്പിനും അതിന്റെ ഹെഡ് ഒഫീഷ്യലായ ഫൈസൽ സാറിനും പേയ്മെന്റ് ഗ്രൂപ്പിന്റെ പേരിൽ വളരെ നന്ദി. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ ആയിരുന്നില്ല പേയ്മെന്റിന്റെ, പക്ഷെ ഏറ്റവും ട്രസ്റ്റ് ഉള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു. ചെറിയ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രസ്റ്റ് അല്ലാത്ത ഒരാളെ ഏൽപ്പിച്ചാൽ, അവരെ തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അവർ വിട്ടുവീഴ്ച ചെയ്യും. അവർ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടൊന്നും നമുക്ക് ചെയ്തു തരില്ല. അപ്പൊ നമ്മൾ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളെ എടുത്തു. ഏറ്റവും പ്രോഫിറ്റ് കുറച്ച് ചെയ്തു തന്നൊരു കമ്പനിയാണ്, ഏറ്റവും സ്പീഡായിട്ട് ചെയ്തു തന്നൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ലൈറ്റിനിങ് അറസ്റ്റ് ഒന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. നിങ്ങൾ ചെയ്തതിൽ ഞങ്ങൾ അറിയാൻ പോണില്ല, പക്ഷെ അതും കൂടി ചെയ്തു. നിങ്ങളുടെയും നമ്മളുടെയും കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ അത്. നിങ്ങളുടെ ഒരു ബാനറാണ് നിങ്ങൾ കെട്ടിപ്പോയിരിക്കുന്നത് ഇവിടെ. ഇത് കാണാൻ ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ക്ഷണിക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം അറിയിക്കട്ടെ. അപ്പൊ ബൈ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടും അടുത്ത സൈറ്റിലെ പേയ്മെന്റിന്റെ സോളാർ വെച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം.